Hello, a very warm welcome. Calicut University BA BSc സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ഫോർത്ത് സെം കുട്ടികളുടെ പോർഷൻസ് ആണ് നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തിരിക്കുന്നത്. കോഴ്സ് ടൈറ്റിൽ നോവൽ ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് ആണ്. ആക്ച്വലി ഈ ഫോർത്ത് സെം കുട്ടികളുടെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങളുടെ സിലബസും നിങ്ങളുടെ പോർഷൻസും എല്ലാം അതിൽ അപ്ലോഡഡ് ആണ്. ഇനിയും കൺഫ്യൂഷൻ ഉള്ളവർ ദയവ് ചെയ്ത് അതിലേക്ക് പോവുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ടോട്ടലി മമത കാലിയയുടെ നോവൽ സപ്നോം കി ഹോം ഡെലിവറി അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ്. ആക്ച്വലി ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷന് ഉപരി ഒരു ക്വിക്ക് റിവിഷൻ കൂടിയാണ്. ഈ ഹോൾ നോവൽ എന്നാലാവുന്ന രീതിയിൽ 9 എപ്പിസോഡുകളിലായിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ചാനലിൽ. അതിന് സെപ്പറേറ്റ് പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സപ്നോം കി ഹോം ഡെലിവറിയാണ് പ്ലേലിസ്റ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ പോകുമ്പം തന്നെ ഒരു ക്വിക്ക് റിവിഷൻ കൂടെ ഉദ്ദേശിക്കുകയാണ്, മലയാളത്തിലും ഹിന്ദിയിലും. ബിക്കോസ് ബേസിക്കലി നിങ്ങൾ എഴുതേണ്ടത് ഹിന്ദിയിലാണല്ലോ. അപ്പം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത് ഹിന്ദിയിലും മലയാളത്തിലുമായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോകുമ്പം ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡഡ് ആയിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിലൂടെ പോകുമ്പോൾ നമ്മളതിനെ ഒരു സൂചനയായിട്ട് എടുത്തിട്ട് ഇതേപോലെ മറ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ആകാം ഈ നോവലിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്, അതുകൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇതിനോടൊപ്പം തന്നെ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പേര് നോവൽ ആൻഡ് ഷോർട്ട് സ്റ്റോറീസ്. 80 മാർക്കിൻ്റെ എക്സാം, 2.5 മണിക്കൂർ ടൈമിങ്. പാർട്ട് എയിലേക്ക് പോകാം. പാർട്ട് എയിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 15 ക്വസ്റ്റ്യൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നോവൽ ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് ആണ്. നോവൽ മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഷോർട്ട് സ്റ്റോറീസിൻ്റെ ക്വസ്റ്റ്യൻസ് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പാർട്ട് എയിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 2, 9 ആൻഡ് 10 ഈ 4 എണ്ണം മാത്രമേ ഉള്ളൂ നോവലിനെ ബേസ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ. അങ്ങനെ ടോട്ടൽ 15 ക്വസ്റ്റ്യനിൽ 4 എണ്ണം മാത്രം സപ്നോം കി ഹോം ഡെലിവറിയിൽ നിന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ 1ലേക്ക് പോവുകയാണെങ്കിൽ രുചി ശർമ്മ കോൺ ഹെ. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. വല്ലാതെ വലിച്ചു നീട്ടി എഴുതേണ്ട കാര്യമില്ല. എന്നാലും 2 ഷോർട്ടായിട്ടും എഴുതണ്ട. കാരണം ലിറ്ററേച്ചർ അല്ലേ, നമ്മൾ സയൻസും മാത്സിനെ പോലെ അപ് ടു ദ പോയിന്റ് എഴുതണമെന്നില്ല. നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അത് അല്പം വിസ്തരിച്ചതിന് എഴുതിയാലും നഷ്ടമൊന്നുമില്ല. സമയം എഴുതാൻ സ്പീഡിൽ എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരു 3-4 സെൻറ്റൻസ് എഴുതുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പം രുചി ശർമ്മ കോൺ ഹെ, ഇതിൻ്റെ നമ്മൾ എന്താണ് രുചി ശർമ്മ മുംബൈ में रहने वाली देश की मशहूर पाक कला और व्यंजन विशेषज्ञ मानी जाती थी. रुचि शर्मा एक व्यंजन विशेषज्ञ थी. उसके नाम से व्यंजन पुस्तकों की एक पूरी श्रृंखला 5 भाषाओं में अनुवाद होकर छपती थी और 2 टीवी चैनल पर उसका साप्ताहिक कार्यक्रम भी चलता था. तो ये थी രുചി ശർമ്മ. ഒരു കുക്കറി ഷെഫായിരുന്നു. മുംബൈയിൽ താമസിക്കുന്ന വളരെ ഫേമസ്. അവരുടെ കുക്കറി ബുക്സ് പബ്ലിഷ് ആവുമായിരുന്നു. എന്ന് മാത്രമല്ല 2 TV ചാനലിൽ അവർ കുക്കറി പ്രോഗ്രാംസ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ലേഡിയായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് എടുക്കുകയാണെങ്കിൽ സമാനമായ രീതിയിൽ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പ്രഭാകർ കോൺ ഹെ, സർവേഷ് നാരംഗ് കോൺ ഹെ, വീരേന്ദ്ര സിംഗ് കോൺ ഹെ, കുർബാൻ അലി കോൺ ഹെ, മന്ദ കോൺ ഹെ, സരിത കോൺ ഹെ, ഗഗൻ കോൺ ഹെ, അംഷ് കോൺ ഹെ. ഇത്രയാണ് ഇതിൻ്റെ നമുക്ക് മെയിൻ ക്യാരക്ടേഴ്സ് രുചിയാണ്. രുചിയും സർവേഷ് നാരംഗുമാണ്. എന്നിരുന്നാലും അതിൻ്റെ സൈഡ് ക്യാരക്ടേഴ്സിലേക്ക് വരാമെങ്കിൽ പ്രഭാകർ കോൺ എന്ന് ചോദിക്കാം, രുചിയുടെ ഹസ്ബൻഡ്. സർവേഷ് നാരംഗ് കോൺ ഹെ, രുചി പിന്നീട് വിവാഹം കഴിക്കുന്ന പുരുഷനാണ് സർവേഷ് നാരംഗ്. വീരേന്ദ്ര സിംഗ് കോൺ ഹെ, അത് രുചി ഒരു ചാനലിൽ കുക്കറി പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ അസിസ്റ്റൻ്റാണ് രുചിയുടെ. കുർബാൻ അലിയും വീരേന്ദ്ര സിംഗും അവരുടെ അസിസ്റ്റൻസ് ആയിരുന്നു 2 ഡിഫറെൻറ്റ് ചാനൽസിൽ. മന്ദ, സരിത ഇവർ 2 പേരും ജോലിക്കാരികളാണ്, ഡൊമസ്റ്റിക് ഹെൽപ്പ്. മന്ദ സർവേഷിൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു. സരിത രുചിയുടെയും പ്രഭാകറിൻ്റെയും, അവരുടെ ആദ്യത്തെ ഹസ്ബൻഡ്, അവരുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു. പിന്നെ ഇവിടെ 2 കുട്ടികളെ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഗഗനും അംഷും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗഗൻ രുചിയുടെ മകനാണ്, രുചിയും പ്രഭാകറുടെയും മകനാണ്.
അംഷ് സർവേഷിൻ്റെ മകനാണ്. അപ്പോൾ ഇത് ഇത്രയാണ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഒന്നുകൂടെ ഓർക്കുക, രുചി ശർമ്മയും സർവേഷ് നാരംഗുവാണ് നോവലിൻ്റെ പ്രധാന കഥാപാത്രങ്ങൾ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, സപ്നോ കി ഹോം ഡെലിവറിക്ക് മുഖ്യ സമസ്യ ക്യാ ഹെ? ഇതിൽ എന്ത് ഇഷ്യൂ ആണ് റേസ് ചെയ്യുന്നത്? ഈ ഒരു നോവൽ കാതലായ എന്ത് ഇഷ്യൂ ആണ് റേസ് ചെയ്യുന്നത്? वैसे मुख्य समस्या 2 है. एक पारिवारिक विघटन, डिवोर्स वगैरह, और दूसरा बच्चों का नशे के चक्कर में फंसना. രണ്ട് ഇഷ്യൂസാണ്. ഒന്ന് ഫാമിലി ലൈഫ്, ഡിസ്റ്റർബ്ഡ് ഫാമിലി ലൈഫ്, ഡിവോഴ്സിലേക്ക് നയിക്കുന്ന കുടുംബ വഴക്കുകൾ. രണ്ടാമത്തേത് കുട്ടികൾ ഡ്രഗ് അഡിക്റ്റ് ആവുന്ന ഒരു പ്രവണത. ഇതിൽ വൺ ലീഡ്സ് ടു ദി അതർ എന്ന് പറയുന്നതായിരിക്കും ശരി. ബ്രോക്കൺ മാരേജ്, ഡിവോഴ്സ്, അതിൽ നിന്ന് കുട്ടികൾ വഴിതെറ്റുന്നു. അതാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതും അതുതന്നെയാണ് ഒരുപക്ഷെ മുഖ്യ സമസ്യയായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും. രുചി പ്രഭാകർ ദമ്പതികളുടെ കുടുംബ ബന്ധം ശിഥിലമാകുന്നു. അവരുടെ മകൻ ഗഗൻ വഴിതെറ്റുന്നു. മറുവശത്ത് സർവേശ്വർ ഓർ മഞ്ജീത് കാ ബേട്ട അംഷ് വഴിതെറ്റുന്നു. അപ്പോൾ ഇതാണ് നമുക്കൊരു മുഖ്യ സമസ്യയായിട്ട് പറയാൻ പറ്റുന്നത്. കുടുംബ ബന്ധങ്ങളുടെ ശിഥിലത, അതുപോലെ കുട്ടികൾ ഈ ഡ്രഗ്സിലേക്ക് വഴുതി വീഴുന്ന ഒരു അവസ്ഥ. 9th क्वेश्चन, रुचि शर्मा टीवी में कौन सा कार्यक्रम करती थी? 2 टीवी चैनल पर उसका साप्ताहिक कार्यक्रम चलता था रुचि शर्मा का. ആ 2 പ്രോഗ്രാംസിൻ്റെ പേര് സുരുചി ഓർ സ്വാദ്. ഈ 2 ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് കുക്കറി റിലേറ്റഡ് ആയിരുന്നു. 2 ഡിഫറെൻറ്റ് ചാനൽസിലായിരുന്നു. അതിൽ ഒന്നിൽ അവരുടെ അസിസ്റ്റൻറ്റ് വീരേന്ദ്ര സിംഗ് ആയിരുന്നു, ഒന്നിൽ കുർബാൻ അലി ആയിരുന്നു. അതാണ് 2. അപ്പോൾ 9th ക്വസ്റ്റ്യൻ അങ്ങനെ പോയി. ദെൻ നെക്സ്റ്റ് ഈസ് 10th വൺ, പ്രഭാകർ കോൺ ഹെ? അപ്പോൾ പ്രഭാകർ കോൺ ഹെ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൻസർ പ്രഭാകർ ശർമ്മ രുചി ക പത്തി ഥ നേരത്തെ പറയുന്നുണ്ട്. പക്ഷേ അയാളുടെ പ്രൊഫഷൻ എന്താണെന്ന് എങ്ങും പറയുന്നില്ല. ബേഹിസാബ് ഷറാബ് പീതാ ഥ. പ്രഭാകറിനെ പറ്റിയുള്ള കൂടുതൽ അറിയണമെങ്കിൽ പേജ് 36 അയാളുടെ ഡീറ്റെയിൽസ്. അയാൾ രുചി ശർമ്മയുടെ ഹസ്ബൻഡായിരുന്നു, അതുപോലെ ഗഗൻ്റെ അച്ഛനുമാണ്. ഇതാണ് പ്രഭാകർ. വല്ലാതെ മദ്യപിക്കുമായിരുന്നു. അയാൾക്ക് രുചി തന്നെ അയാളെ പറ്റി പറയുന്നത്, उसके लिए शादी का मतलब शरीर था जो वह कहीं भी जाकर प्राप्त कर लेता था. അയാളെ സംബന്ധിച്ച് വിവാഹം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ശാരീരിക ബന്ധത്തിന് വേണ്ടി മാത്രമായിരുന്നു അയാളുടെ ഉദ്ദേശം. അയാൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ അയാൾ എവിടെയും ചെന്ന് അത് നേടും എന്നുള്ള രീതിയായിരുന്നു. അതാണ് പ്രഭാകർ. പാർട്ട് ബിയിൽ നോക്കുകയാണെങ്കിൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 8 ക്വസ്റ്റ്യൻസിൽ പാർട്ട് ബിയിൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 3 എണ്ണം മാത്രമേ നമ്മുടെ ഈ നോവലിനായിട്ട് റിലേറ്റഡ് ആണ്. 16th ക്വസ്റ്റ്യൻ നോക്കൂ, പ്രഭാകർ കാ ചരിത്ര ചിത്രൻ. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ യു ഹാവ് ടു റൈറ്റ് പ്രോപ്പർലി, കുറച്ച് എഴുതണം. അപ്പോൾ പ്രഭാകർ കാ ചരിത്ര ചിത്രൻ ഒരുപാട് പറയാനുണ്ട് പ്രഭാകറിനെ പറ്റിയാണെങ്കിൽ. ഒന്നാമത്തെ കാര്യം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഞാൻ പറയാം, നിങ്ങൾ അതിനെ ഇലാബറേറ്റ് ചെയ്തോളൂ സെൻറ്റൻസ് ആയിട്ട്. വോ ബേഹിസാബ് ഷറാബ് പീതാ ഥ. അയാളുടെ ക്യാരക്ടറിൻ്റെ ഒരു മെയിൻ ഇത് കള്ളൂടിയനായിരുന്നു. ബേഹിസാബ് ഷറാബ് പീതാ. ഹമേശാ ഗലത് ബാത് മേ ദഖൽ ദേക്കർ ഗൽത്തി കർനെ വാലെ കോ നിർഭയ ബനാത്ത. അപ്നെ ബേട്ടെ കോ. വേണ്ടതും വേണ്ടാത്തതിനും എല്ലാം മകൻ്റെ കൂട്ടുപിടിച്ച് മകനെ സപ്പോർട്ട് ചെയ്ത് മകനെ വഷളാക്കി. बेटे गगन को लाड प्यार में बिगाड़ देना, ये सब उसके कैरेक्टर की एक विशेषता है. ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് മകനെ നേർവഴിക്ക് നയിക്കുന്നതിന് പകരം മകനെ വല്ലാതെ സ്നേഹിച്ച് മകനെ വഷളാക്കി. പിന്നെ വൈഫ് അയാളുടെ ക്യാരക്ടറിനെ പറ്റി പറയുന്നത് പേജ് 23 പറയുന്നത്, പ്രഭാകർ के लिए शादी का मतलब शरीर था जो वह कहीं भी जाकर प्राप्त कर लेता. ഈ ഒരു കാര്യം രുചി ശർമ്മ പ്രഭാകറിനെ പറ്റി പറഞ്ഞത്, പ്രഭാകറിൻ്റെ ചരിത്രഗത് വിശേഷത പറഞ്ഞത്, അത് അക്ഷരം പ്രതി ശരിയാവുന്നു. പിന്നീട് നമ്മൾ കാണുന്നു പ്രഭാകർ
ജോലിക്കാരി സരിതയെ കടന്നു പിടിക്കുന്നതായിട്ട്. പിന്നെ प्रभाकर का एक चरित्रगत विशेषता वो अपने 4 साल के बेटे को विस्की देता है. 4 വയസ്സുള്ള തൻ്റെ മകന് വരെ മദ്യം കൊടുത്ത് കുടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു അച്ഛൻ. ഇതൊക്കെയാണ്. പിന്നീട് എന്താ പറയുക പ്രഭാകറിനെ പറ്റി, പിന്നെയും പറയാനുണ്ട്. और प्रभाकर शरीर को ज़्यादा महत्व देता था, अपनी पत्नी पर आरोप लगाता था. വേറൊരു സ്ത്രീയെ ജോലിക്കാരിയെ കയറി പിടിച്ചതിന് അയാൾ ന്യായീകരണം, അയാൾ ക്ലാരിഫിക്കേഷൻ കൊടുത്തത് എന്താണ്? പത്നി അപ്നാ റോൾ അതാ നഹീ കർ റഹി ഹൈ, വോ റോബോട്ട് കി തറ പേശ് ആത്തി ഹൈ. എനിക്ക് വൈഫിൽ നിന്ന് കിട്ടേണ്ട പരിഗണന കിട്ടുന്നില്ല, വൈഫല്ല അവൾ, എനിക്കൊരു റോബോട്ട് പോലെയാണ്, അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു സ്ത്രീയെ കയറി പിടിക്കേണ്ട അവസ്ഥ വരുന്നത്. പിന്നീട് നമ്മൾ ഇയാളുടെ ചരിത്രഗത് വിശേഷതയിൽ കുറച്ചുകൂടെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ, ഡിവോഴ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് രുചി ഒരു വലിയ സ്റ്റാർ ആവുന്നു, ടി വി മീഡിയയിലൊക്കെ വളരെ സ്റ്റാർ ആവുന്നു. ആ സമയത്ത് ഗഗനെ ഉപയോഗിച്ച്, തൻ്റെ മകനെ ഉപയോഗിച്ച് ഈ ഡിവോഴ്സായ വൈഫിൽ നിന്ന് മാക്സിമം പണം ഊറ്റാനുള്ള ഒരു ശ്രമം പ്രഭാകർ നടത്തുന്നു. അതയാളുടെ വളരെ വലിയ താന്ന ഒരു ക്യാരക്ടറിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല അയാളുടെ സുഹൃത്തുക്കൾ രുചിയെപ്പറ്റി, രുചിയുടെ സാലറിയെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ, വളരെ നല്ല സാലറിയാണ് കിട്ടുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇയാൾക്കങ്ങ് അസൂയയും ദേഷ്യവും വരുന്നു. കാരണം ഇയാൾ ഓരോ പ്രാവശ്യവും രുചിയുടെ പ്രോഗ്രാം സ്ക്രീനിൽ കാണുമ്പോൾ ഇയാൾ തിരയുന്നത് പണ്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നടന്ന ആ രുചിയുടെ മുഖം കാണാൻ പറ്റുന്നു എന്നാണ്. പക്ഷെ അത് കാണാൻ പറ്റാത്തപ്പം ഇയാൾക്കതൊരു വിഷമമായി മാറുന്നു. ആ ഒരു ദേഷ്യം ഇയാൾ ഗഗൻ്റെ മുകളിൽ ഇറക്കുന്നു, എന്നിട്ട് സ്വന്തം മകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. ഈ കാര്യം പറഞ്ഞിട്ടാണ്, പോയി നിൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് നിനക്കുള്ള ചെലവിനുള്ള കാശ് ഒപ്പിച്ചുകൊണ്ട് വരിക. അപ്പോൾ പ്രഭാകർ കാ ചരിത്ര ഇസ് പ്രകാർ സെ ബഹുത് ഹി ദൂഷിത് ചരിത്ര ഹെ. വല്ലാതെ തരം താഴ്ന്ന ഒരു പുരുഷനായിട്ടാണ് പ്രഭാകർ ശർമ്മയുടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17th വൺ നോക്കൂ. രുചി ശർമ്മ കി മാനസിക് വ്യഥ. നായികയാണ് രുചി ശർമ്മ. ഉസ്കി മാനസിക് വ്യഥ. മാനസിക് വ്യഥ വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും രുചിയുടെ ജീവിതത്തിലുണ്ട്. മാനസിക് വ്യഥ വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും രുചിയുടെ ലൈഫിലുണ്ട്. തനാവ്പൂർണ്ണ ജീവൻ, കാരണം ടെൻഷൻ നിറഞ്ഞൊരു ജീവിതമായിരുന്നു. വിവാഹത്തിന് മുമ്പ് ഹൗസ് വൈഫായിരുന്നു. ആ സമയത്ത് എന്തായിരുന്നു, ജോലിയില്ലായിരുന്നു. പ്രഭാകറിൻ്റെ ആട്ടും തുപ്പും കേട്ട് ജീവിക്കണമായിരുന്നു. പ്രഭാകർ ഒരു പെൺപിടിയനായിരുന്നു. അപ്പോൾ ആ ഒരു നാണക്കേടും എല്ലാം സഹിച്ചായിരുന്നു രുചി ജീവിച്ചിരുന്നത്. മാത്രമല്ല ഉസ്കാ ഖുദ് കാ ബേട്ട ഉസ്സെ പ്യാർ ന കർ കർ ഉസ്കെ പിതാ കെ സാത്ത് ജ്യാദാ ലഗാവ് രഖ്താ ഥാ. അത് വളരെ ടെൻഷനുള്ള ഒരു കാര്യമാണ് ഏതൊരു സ്ത്രീക്കും ഏതൊരു അമ്മയ്ക്കും. രുചി അവിടെയാണ് ഒരു ഫെയിലിയർ ആയത്. രുചിക്ക് തൻ്റെ മകനെ വിൻ ചെയ്യാൻ പറ്റിയില്ല, തൻ്റെ മകനെ മനസ്സിലാക്കാനും മകനെ തൻ്റെ കൈക്കലാക്കാനും പറ്റിയില്ല. അത് വല്ലാത്ത മാനസിക വ്യഥയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് സിംഗിൾ വുമൺ കി വ്യഥ, അക്കേലി ജീനെ വാലി ഓറത്ത്. ഡിവോഴ്സ് കഴിഞ്ഞു ഒറ്റയ്ക്കൊരു ജീവിതം തുടങ്ങുന്ന, അതും വളരെ മാനസിക വ്യഥ ഉണ്ടാക്കുന്ന ഒരു ജീവിതമാണ്. കാരണം ഒറ്റയ്ക്ക് ജീവിക്കുക, ഒരു 40+ ലേഡി, ആരോടൊക്കെ കിസ്സെ ദോസ്തി കരേ, ആരോടൊക്കെ എത്ര ഫ്രീഡം കൊടുക്കാൻ പറ്റും. കാരണം ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ എപ്പോഴും സമൂഹത്തിന് സംശയത്തിന് നിഴലിലാണ്. അതുകൊണ്ട് തന്നെ അക്കേലി ഫ്ലാറ്റ് മേ രഹനേക്ക് അസുരക്ഷ, ഒരു സേഫ്റ്റി കുറവാണ് എപ്പോഴും, അതൊരു മാനസിക് വ്യഥയാണ്. और फिर सर्वेश से शादी के बाद अपने बेटे के बारे में न बताने की व्यഥ, അത് വല്ലാത്തൊരു വ്യഥയാണ്. അമ്മയാണ്, പക്ഷേ താനൊരു അമ്മയാണ്, തനിക്കൊരു മകൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് വിവാഹം കഴിച്ച സർവേഷിനോട് രുചി ഷെയർ ചെയ്യത്തില്ല. അതുകൊണ്ടുണ്ടാവുന്ന മാനസിക് വ്യഥ. और बाद में क्या होता है, सर्वेश द्वारा कैफ़े कॉफ़ी डे में सबके सामने गला घोंट कर अपमानित करने की व्यഥ. ഇത്രയും വലിയ സെലിബ്രിറ്റി ഷെഫാണ്, ഇത്രയും പേര് കേട്ടത്, ടി വിയിലും മാഗസിൻസിലും ഒക്കെ ഫേമസ് ആയിട്ടുള്ളൊരു ലേഡിയുടെ കഴുത്തിന് കയറി പിടിക്കുക പരസ്യമായിട്ട്, പിന്നെ അത് മീഡിയ അത് ഏറ്റെടുക്കുക, അതൊക്കെ വല്ലാത്ത മാനസിക് വ്യഥയാണ്. और अपने बेटे गगन का ड्रग एडिक्ट होना, അത് അതിനേക്കാളും വലിയ ഒരു മാനസിക് വ്യഥയായിട്ട് മാറി. तो इन शॉर्ट कह सकते हैं ये पूरा नॉवल रुचि शर्मा की मानसिक व्यथा के बारे में है.
एक सिंगल वुमन की मानसिक व्यथा के बारे में है, एक डिवോഴ്സി ലേഡി की മാനസിക വ്യഥ के बारे में है. ഡിവോഴ്സ് ആയി കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്ത്രീയുടെ മാനസിക വ്യഥ, ഒരു അമ്മയായിട്ട് കൂടി കുട്ടിയിൽ നിന്ന് പിരിഞ്ഞിരിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ മാനസിക വ്യഥ, ഇതെല്ലാം ഇതിൽ പിന്നീട് നമ്മൾ കാണുന്നു. ഇവരുടെ റേറ്റിങ്സ് കുറഞ്ഞപ്പം ജോലിയിലൊരു ത്രെറ്റ് വന്നു. മറ്റ് ആൾക്കാരെ കൊണ്ടൊക്കെ പ്രോഗ്രാംസ് ചെയ്യിക്കാൻ പ്രൊഡ്യൂസേഴ്സ് ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊരു ടെൻഷൻ, ഇതെല്ലാം രുചി ശർമ്മ की मानसिक व्यथा है. देन क्वेश्चन नंबर 23, സർവേഷ് നാരംഗ് का चरित्र. ഈ ചരിത്ര ചിത്രം നമുക്ക് പ്രതീക്ഷിക്കാം കോമൺ ആയിട്ട്. മെയിനായിട്ട് रुचि का चरित्र चित्रण, प्रभाकर का चरित्र चित्रण, സർവേഷ് നാരംഗ് का चरित्र चित्रण, ഇതൊക്കെ നമുക്ക് നാച്ചുറലി പ്രതീക്ഷിക്കാവുന്നതാണ്. സർവേഷ് നാരംഗ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിരുന്നു, एक खोजी पत्रकार. वो अपने काम में हमेशा व्यस्त रहने वाला, അങ്ങനെയാണ് കാണിക്കുന്നത്. വളരെ വർക്കഹോളിക്കാണ്. पत्नी मंजीत से डिवोर्स ले चुका था और उसका एक बेटा भी था अंश. और उसके चरित्र की विशेषता, वो अपने आप को कैसे विशेषित करता है, एक खोजी कुत्ते के समान. ഒരു നല്ല മണത്തറിയുന്ന വാർത്തകൾ മണത്തറിയുന്ന ഒരു നായയെപ്പോലെയാണ് അയാളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിലും പൊതുവെ അയാളുടെ ജോലി തന്നെ അതായിരുന്നു, ഒരു ജേർണലിസം, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം. പിന്നെ കുക്കിങ്ങിനോട് വലിയ താല്പര്യം ഇല്ല എന്ന് പറയുന്നു. എന്നിരുന്നാലും കുക്കറി ഷോയിൽ വന്ന് വളരെ അനായാസമായി റെസിപ്പീസ് ഉണ്ടാക്കിയിട്ട് പോവുകയും ചെയ്തു. അത് രുചി ശർമ്മയെ വല്ലാതെ ആകർഷിക്കുകയും ചെയ്തു, ആ ഒരു പ്രകൃതം. 50+ കഥ, 50 വയസ്സ് കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു സർവേഷ് നാരംഗ്. അക്കേല രേനേവാല, ഏകാക്കി ജീവൻ സെ തങ് ആ ഗയാ ഥാ. ഒറ്റയ്ക്ക് താമസിച്ച്, ഇയാളും ഡിവോഴ്സിയാണ്. അമ്മയുടെ പ്രായമായ അമ്മ ഇയാളെ പ്രതി ഗ്രാമം വിട്ടിട്ട് ഇയാളുടെ കൂടെ വന്ന് താമസിക്കുകയായിരുന്നു. लेकिन फिर भी वो अपने आप को अकेला महसूस करता. और रुचि को अपने जीवन साथी बनाने के बाद वो एक नई ജിന്ദഗി जीता है. അപ്പോൾ ഇയാളുടെ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത നോക്കണേ. അയാൾ രുചിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അയാൾ ലിവ് ഇൻ റിലേഷൻഷിപ്പിന് എൻകറേജ് ചെയ്തിരുന്നു രുചിനെ. അയാൾക്കത് താല്പര്യമായിരുന്നു. കാരണം അയാൾക്ക് രണ്ടാമതൊരു വിവാഹത്തിൻ്റെ ഒരു ടെൻഷൻ എടുക്കാൻ ഒരു പക്ഷേ താല്പര്യമില്ലായിരുന്നു. ലിവ് ഇൻ റിലേഷൻഷിപ്പും അല്ല, അതിനു മുമ്പ് തന്നെ രുചിയോട് ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റിൽ വന്ന് നമുക്ക് ശാരീരിക സമ്പർക്കം പുലർത്താം എന്ന് വരെ ഒരു പ്രസ്താവന വെച്ചിരുന്നു. അപ്പോൾ ആ രീതി നോക്കുകയാണെങ്കിൽ സർവേഷിൻ്റെ ക്യാരക്ടർ ഒരു വല്ലാത്തൊരു ക്യാരക്ടറായിട്ടാണ്. പക്ഷേ വിവാഹത്തിന് ശേഷം അയാൾ उसने क्या किया, रुचि को काफ़ी ഫ്രീഡം ദേ रखा था अपनी पत्नी को. അത് അയാളുടെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു വേറെ വശമാണ്. इतना ഫ്രീഡം ദേ रखा था कि रुचि उसे उसका 15 अगस्त मानती थी. അത്രയ്ക്ക് ഫ്രീഡം കൊടുത്തു വെച്ചിരുന്നു വൈഫിൻ്റെ ജോലിയിൽ ഇടപെടത്തില്ല, വൈഫിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇടപെടത്തില്ല, വൈഫിന് ഇഷ്ടമുള്ളപ്പം വൈഫിൻ്റെ ഫ്ലാറ്റിൽ പോയി വർക്ക് ചെയ്യാം. അങ്ങനെ രണ്ടുപേരും, കാരണം മേ ബി ഫസ്റ്റ് മാരേജിൽ കൂടുതൽ ഇൻഡൽജ് ചെയ്ത്, സ്പൗസ് കൂടുതൽ ഇൻഡൽജ് ചെയ്ത് കുളമായ ജീവിതമായത് കാരണമായിരിക്കാം ഇവർ രണ്ടുപേരും മെച്ചുവേർഡായിരുന്നു, 40+ഉം 50+ഉം. അതുകൊണ്ട് അവരവരുടെ ഈ ഒരു പാർട്ട്ണറിന് അവരുടേതായ ഒരു സ്പേസ് കൊടുത്തിരുന്നു. അത് സർവേഷിൻ്റെ ഒരു പ്രത്യേകതയാണ്. സർവേഷിൻ്റെ ചരിത്രഗത വിശേഷത പറയുമ്പോൾ നിങ്ങൾ എടുത്തു പറയേണ്ടത്, അയാൾ ആദ്യം കാണിച്ച അയാളുടെ പ്രകൃതമല്ല പിന്നീട് കാണിക്കുന്നത്. മകനുണ്ടെന്നറിയുമ്പം അയാൾ രുചിയുടെ കഴുത്ത് ഞെരിക്കുന്നു, എല്ലാവരുടെയും മുമ്പിൽ ഇൻസൾട്ട് ചെയ്യുന്നു. എന്നിട്ട് അതേ വ്യക്തി ആ ഒരു തെരുവിൽ കിടക്കുന്ന ഒരു ഡ്രഗ് അഡിക്റ്റായ ഒരു ചെറുപ്പക്കാരനെ, ഒരു പരിചയവും ഇല്ല, പേരും നാലും പോലും അറിയില്ല, ആരാ എന്താണെന്നറിയില്ല, ആ ഒരു ഡ്രഗ് അഡിക്റ്റിനെ കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് സർവേഷിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു വേറെ മുഖമാണ്. അത് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു മുഖമാണ്. കാരണം സർവേഷ് ഈ ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു, ഞാൻ അച്ഛനല്ലാത്ത സ്ഥിതിക്ക് എൻ്റെ മകൻ മരിച്ചുപോയി. സർവേഷിൻ്റെ മകൻ അംഷ് ഇതേപോലെ ഡ്രഗ് ഓവർഡോസ് ആയിട്ടാണ് മരിച്ചത്. जब मैं पिता नहीं रहा तो मैं तुम्हें भी माँ नहीं रहने दूंगा എന്ന് ക്ലിയറായിട്ട് പറഞ്ഞ സർവേഷ് മറുവശത്തൊരു ആരോരുമല്ലാത്ത ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് വരിക. അപ്പോൾ അതൊരു സർവേഷ് की एक ചരിത്രഗത് വിശേഷത है. तो ഇതാണ് സർവേഷിൻ്റെ വിശേഷത.
और एक विशेषता ये भी है कि लिव इन रिलेशनशिप की बात करता है और अंत में सर्वेश वैवाहिक जीवन के द्वारा अपने आप को 26 जनवरी के अनुशासन में ബന്ധാനെ की चाह रखता है. അയാൾ ലിവ് ഇൻ റിലേഷൻഷിപ്പൊക്കെ ഫേവർ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നെങ്കിലും വിവാഹത്തിന് ശേഷം അയാളുടെ ലൈഫിൽ രുചിയുടെ വരവോടുകൂടി അയാൾക്കൊരു അല്പം ചിട്ടയും ജീവിതത്തിലൊരു ചിട്ടയും ഒരിതൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ അയാൾ രുചിനെ 26 ജനുവരി എന്നാണ് വിളിക്കുന്നത്. ഒരു റിപ്പബ്ലിക് ആവുന്നതിൻ്റെ ഒരു ചിട്ടവട്ടമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ സപ്താ സർവേഷ് നാരംഗ ചരിത്ര ചിത്രം പാർട്ട് ബിയിൽ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോവലിനെ ബേസ് ചെയ്ത്. സോ നൗ വി ആർ കമ്മിങ് ടു പാർട്ട് സി. പാർട്ട് സിയിൽ യു ഹാവ് ടു റൈറ്റ് ഓൺലി 2 ക്വസ്റ്റ്യൻസ്. യു ഹാവ് ടു അറ്റൻഡ് ഓൺലി 2 ക്വസ്റ്റ്യൻസ്. ദാറ്റ് മീൻസ് 4 എസ്സേസ് തന്നിട്ട് 2 എണ്ണം മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇതിലൊരു പ്രത്യേകതയുണ്ട്, നോക്കിയാൽ 50-50 ആണ്. 50% ക്വസ്റ്റ്യൻസ്, 2 ക്വസ്റ്റ്യൻസ് നോവലിൽ നിന്നാണ്, 2 ക്വസ്റ്റ്യൻസ് ഷോർട്ട് സ്റ്റോറിയിൽ നിന്നാണ്. നോവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ 24th വൺ, രുചി ശർമ്മ കാ ചരിത്ര ചിത്രൻ. അപ്പോൾ രുചി ശർമ്മ കാ ചരിത്ര ചിത്രൻ നമ്മുടെ നായികയുടെ ചരിത്ര ചിത്രമാണ്. ഒരുപാട് പറയാൻ കാണും ഇല്ലേ? നിങ്ങൾ ഈ ഒരു 9 എപ്പിസോഡ്സ് കണ്ടവരാണെങ്കിൽ അതിൽ ആകെ മൊത്തം രുചിയെ പറ്റിയാണ് കൂടുതലും കാര്യങ്ങൾ പറയുന്നത്. അപ്പം നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് ഷോർട്ടായിട്ടൊന്ന് പറയാം. रुचि का कैरेक्टर पूरे नॉवल में काफ़ी बदलावों के साथ पेश किया गया है. नंबर 1, पहले तो एक हाउसवाइफ जो पति के डांटने मारने पर केवल रोती थी. ഒരു നിസ്സഹായയായ ഒരു ഹൗസ് വൈഫായിട്ട്, അന്ന് ജോലിയൊന്നുമില്ലായിരുന്നു, അന്ന് ഇത്ര വലിയ മീഡിയ സ്റ്റാറൊന്നുമില്ലായിരുന്നു. അപ്പോൾ ആ ഒരു രുചി, വളരെ ഹസ്ബൻഡിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ. രണ്ടാമത്തേത് ആ ഒരു രുചി, ഹൗസ് വൈഫായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ. ഹസ്ബൻഡിൻ്റെ സ്വഭാവം വല്ലാതെ ഇഷ്ടപ്പെടാതെ വരുന്നെങ്കിലും അത് സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന രുചി. फिर सेकंड पॉइंट आनेंगी रुचि की चरित्रगत विशेषताएं. वो एक असफल माँ थी. असफल ही कहा जा सकता है. बेटे गगन पर वो कोई प्रभाव नहीं डाल पाती. गगन पूरी तरह से पापास बॉय था. ഇപ്പോൾ യൂഷ്വലി ഫ്രോയിഡിൻ്റെ സിദ്ധാന്തം പറയുകയാണെങ്കിൽ അമ്മയും മകനുമായിട്ടൊരു അഗാധമായ ബന്ധം വരേണ്ടതാണ്. പക്ഷേ ഇവിടെ മകനും അച്ഛനുമാണ്. പാപ്പാസ് ബോയ് ആണ് ഗഗൻ. फिर പ്രഭാകർ സെ തങ് ആക്കർ ഘർ ഛോഡ്നെ കി ഹിമ്മത്ത് കർനെ വാലി നാരി. അത് രുചിയുടെ ഒരു ചരിത്രഗത വിശേഷതയാണ്. ആ ഒരു ബോൾഡ്നെസ് കൈവരിക്കും. ആ ഒരു സരിത എന്ന ജോലിക്കാരിയെ പ്രഭാകർ കടന്നു പിടിച്ചതിന് ശേഷം രുചി ടോട്ടലി അങ്ങ് തീരുമാനമെടുക്കും, ഒരു ബോൾഡ് തീരുമാനമെടുക്കും. ജോ അക്സർ സ്ത്രീയാ നഹീ കർ പാത്തി. അത് മിക്ക സ്ത്രീകളും എടുക്കാൻ മടിക്കുന്ന ഒരു സ്റ്റെപ്പാണ്, വീട് വിട്ട് ഇറങ്ങുക. ഫിർ അതിനുശേഷം ഒരു 40+ ബോൾഡ് നാരി ജോ കരിയർ വൈസ് കാഫി സക്സസ്ഫുൾ ഹോത്തി ഹെ. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം രുചിയുടെ ചരിത്രഗത വിശേഷതയാണ്. രുചി ഹോം സയൻസിലോ പാചകത്തിലോ ഒരു കോഴ്സും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. വീട്ടിൽ ചെയ്യുന്ന പാചകത്തിൻ്റെ ആ ഒരു നാക്ക് വെച്ചിട്ടാണ് ഇത്രയും സക്സസ്ഫുൾ ഒരു ഷെഫായത്. അപ്പോൾ അത് രുചിയുടെ ഒരു ചരിത്രഗത വിശേഷതയാണ്. കാരണം ഷീ സ്ട്രഗിൾഡ്. ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞതിന് ശേഷം സ്വന്തം അച്ഛനും അമ്മയുടെയും മരണത്തിനു ശേഷം സ്വന്തമായിട്ടൊന്ന് എക്സിസ്റ്റ് ചെയ്യാൻ കഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്. അങ്ങനെയാണ് അവർ വളരെ സക്സസ്ഫുള്ളായ ഒരു കുക്കറി ഷെഫായി മാറിയത്. और उसके बाद वो सर्वेश की ओर आकर्षित होती है, लेकिन तब भी वो काफ़ी सोच समझ कर रिश्ते को नाम देना चाहती थी. എടുത്തടിച്ച് സർവേഷിൻ്റെ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ അവൾക്ക് ആഗ്രഹമില്ലായിരുന്നു. അവൾ ആ റിലേഷൻഷിപ്പിന് അല്പം സാവകാശം കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പിലോ എടുത്തടിച്ചൊരു ശാരീരിക ബന്ധത്തിനൊന്നും ആദ്യം രുചി മുതിർന്നില്ല. പക്ഷേ പിന്നീട് നോവലിൽ നമ്മൾ കാണുന്നത് അവർ അടുക്കുകയും അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും രജിസ്റ്റർ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. और इस सब का कारण क्या है? रुचि की चरित्रगत विशेषताएं वो अकेलेपन से परेशान हो गई थी. പാരിവാരിക് ജീവൻ को एक बार फिर चांस देना चाहती थी. ഒറ്റയ്ക്ക് ജീവിച്ച് എത്രയൊക്കെ സമ്പത്തുണ്ടായാലും എത്രയൊക്കെ കരിയർ വൈസ് സക്സസ്ഫുൾ ആയാലും വീട്ടിൽ തിരിച്ചെത്തുമ്പം അതിൽ ആ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്, ജബ് ആപ് ഘർ ഛോഡ്കർ ജാത്തെ ഹേ और तब ताला लगाना पड़ता है घर का. വീട്ടിൽ പൂട്ടിടേണ്ടി വരിക.
തിരിച്ചു വരുമ്പോഴും ആ പൂട്ടിൻ്റെ മുഖം തന്നെ കണ്ടിട്ട് കയറി വരിക, അത്രയും വലിയ ശിക്ഷ, അത്രയും വലിയ പണിഷ്മെൻറ്റ് വേറെ എന്താ കിട്ടാനുള്ളത്? എത്ര കരിയർ വൈസ് സക്സസ്ഫുൾ ആയാലും വീട്ടിൽ തിരിച്ചു വരുമ്പം നമ്മൾ രാവിലെ പൂട്ടിയിട്ട് ആ ഒരു താഴ് തന്നെ കാണേണ്ടി വരിക. എന്നുവെച്ചാൽ ആ ഒരു ഒറ്റപ്പെടൽ വല്ലാതെ അനുഭവിച്ച രുചിയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. സർവേഷുമായിട്ടുള്ളൊരു ജീവിതം, സർവേഷുമായിട്ടുള്ള ലൈഫിൽ നമ്മൾ കാണുന്നത് ഒരു വലിയ ചരിത്രഗത് വിശേഷത രുചി എടുത്തത് അപ്നെ ബേട്ടയ്ക്ക് ബാരമേ നെഹി ബത്താന. അതൊരു വല്ലാത്തൊരു ബോൾഡ് സ്റ്റെപ്പായിപ്പോയി. തൻ്റെ മകൻ ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ട്, താനൊരു അമ്മയാണെന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടാണ് രുചി ഈ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടത്. പിന്നെ നമ്മളെന്താ കാണുന്നത്, ഈ ഒരു CCDയിൽ കഴുത്തിഞ്ഞിരിക്കുന്ന ഈ ഒരു എപ്പിസോഡ് ഉണ്ടായതിന് ശേഷം യൂറോപ്യൻ കൺട്രിയിലെ നൈജേല ലോസൺ ഈ ഒരു ഇഷ്യൂവിന് ശേഷം പരസ്യമായിട്ട് ഹസ്ബൻഡിനെ വിട്ടിട്ട് സാധനവും പറക്കി അങ്ങ് പോയി, അയാളെ വിട്ടിട്ട്, ഈ ഒരു റീസൺ കാരണം. പക്ഷേ ഇവിടെ ഭാരതീയ നാരി അത് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷവും സർവേഷ് തൻ്റെ ജീവിതത്തിലേക്ക് വിളിച്ചപ്പോൾ രുചി അങ്ങോട്ടങ്ങ് പോവുകയാണ് ചെയ്തത്, സർവേഷിൻ്റെ ഫ്ലാറ്റിലേക്ക്. അപ്പോൾ രുചി പബ്ലിക് ലൈഫിൽ ഇൻസൾട്ടഡ് ആയെങ്കിൽ കൂടി രുചിക്ക് അതിനേക്കാളും വേദനാജനകമായിരിക്കാം ഒരുപക്ഷെ ഒറ്റയ്ക്കുള്ള ജീവിതം. അത് മടുത്തിട്ടാണ് രുചി സർവേഷിനെ പുറത്തിട്ട് ഈ നോവൽ ടുവേർഡ്സ് ദി എൻഡിൽ സർവേഷ് ഇൻവൈറ്റ് ചെയ്തപ്പം സർവേഷിൻ്റെ ലൈഫിലേക്ക് ഒന്നും കൂടെ രുചി പ്രവേശിക്കുന്നത്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇനി പറഞ്ഞ് ബോറാക്കണ്ട, ക്യോങ്കി സ്വപ്നോം കി ഹോം ഡെലിവറിക്ക് കഹാനി, ഇതിൻ്റെ ഹോൾ സ്റ്റോറി ഇതിനി നിങ്ങൾ തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. കാരണം ഇത്രയും എപ്പിസോഡ്സ് വിശദമായിട്ട് നമ്മൾ എഴുതി, തുടക്കം മുതൽ കാണാം. രുചി ശർമ്മയുടെ ഗ്ലാമറസ് ജീവിതം പറയണം, 2 ചാനലിൽ ഷോസ് നടത്തുന്ന രുചി ശർമ്മ, പിന്നെ ആ ഷോയിൽ രുചി ശർമ്മയുടെ ഒരു റെസിപ്പിയെ ചാലഞ്ച് ചെയ്ത് സർവേഷ് കത്തെഴുതുന്നതും സർവേഷിനെ ആ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതും, അങ്ങനെ ഇവർ തമ്മിൽ പരിചയപ്പെടുന്നതും. അപ്പോൾ സർവേഷ് വളരെ ലളിതമായി ആ റെസിപ്പീസ് മാറ്റി കാണിക്കും. അങ്ങനെ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന രുചിയെ ഒരാൾ കുറ്റം പറഞ്ഞപ്പോൾ രുചിയുടെ റെസിപ്പിയെ, ആ ഒരു കുറ്റം പറഞ്ഞ ആളിലേക്കാണ് രുചിയുടെ മനസ്സ് പോയത്. അവിടെയാണ് സർവേഷ് വിജയിച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് സർവേഷ് ബേസിക്കലി ഒരു കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളല്ല എന്ന് അയാൾ പറയുന്നുണ്ട്. അയാൾക്ക് കുക്കിങ്ങിനോട് വലിയ താല്പര്യമില്ല. അയാൾ സ്വയം അതിൽ പറയുന്നുണ്ട്, ഭക്ഷണത്തിന് അധികം സമയം കൊടുക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല, എന്തേലും കഴിക്കുക അത്രയേ ഉള്ളൂ. പക്ഷേ രുചിയുടെ പ്രോഗ്രാംസ് അയാൾ നിരന്തരം കാണുമായിരുന്നു. ചുറുചുറുപ്പുള്ള രുചി തുടക്കത്തിലേ പറയുന്നുണ്ട്, നമസ്കാറിൽ തുടങ്ങി രുചിയുടെ പ്രസൻറ്റേഷൻ വളരെ അട്രാക്റ്റീവായിരുന്നു. അപ്പോൾ ആദ്യം മുതലേ അത് ആസ്വദിക്കാനും രുചിയോടുള്ളൊരു അട്രാക്ഷൻ അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ അയാളൊരു രുചിയുടെ ഒരു റെസിപ്പിയെ ചാലഞ്ച് ചെയ്തുകൊണ്ടാണ് രുചിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് സർവേഷ് രുചിയുടെ ലൈഫിലേക്ക് ഒരു പാർട്ട്ണറായിട്ട് വരുന്നു. അവിടെയും അവർ ഒരു 15 അഗസ്റ്റും 26 ജനുവരി ആയിട്ടാണ് ജീവിക്കുന്നത്. ദോനോ ഏക് ദൂസരേക്കോ സ്പേസ് ദേത്തെ ഹേ. രണ്ടുപേരും പക്വത വന്ന വ്യക്തികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരവരുടെ ഇൻഡിപെൻഡൻറ്റ് സ്പേസ് അവർ നൽകിയിരുന്നു. പക്ഷേ മറുവശത്ത് നമ്മൾ കാണുന്നത് കഥയുടെ വേറെ ഒരു സ്റ്റോറി ലൈൻ എന്താണ്, ഈ രണ്ടുപേരും ഡിവോഴ്സികളാണ്. രണ്ടുപേരുടെയും മക്കൾ ഡ്രഗ് അഡിക്റ്റായിട്ട് മാറുന്നു. രുചി ശർമ്മയും പ്രഭാകറിൻ്റെയും മകൻ ഗഗൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കള്ളം പറയുന്നതും ഇങ്ങനെ സ്മോക്ക് ചെയ്യുന്ന ഒരു പയ്യനായിരുന്നു. ഗഗൻ ഡ്രഗ് അഡിക്റ്റായിട്ട് മാറുന്നു. ഗഗന് പിന്നെ എല്ലാ ചാൻസും ഉണ്ടായിരുന്നു, കാരണം പ്രഭാകർ മദ്യപിക്കുന്ന സമയത്ത് പരസ്യമായിട്ട് വീട്ടിൽ ഇരുന്ന് മദ്യപിക്കുമായിരുന്നു. കൊച്ചുകുട്ടിയായ ഗഗനെ മദ്യപിക്കാൻ പ്രേരിപ്പിക്കുമായിരുന്നു. എന്തിനധികം പറയുന്ന കഥയിൽ പറയുന്നത്, ചില ദിവസങ്ങളിൽ സന്ധ്യയ്ക്ക് 7 മണിക്ക് പ്രഭാകർ പതിവ് പോലെ വിസ്കി കുടിക്കാൻ ഇരുന്നില്ലെങ്കിൽ മകൻ വന്ന് കുടിപ്പിക്കുമായിരുന്നു. മകൻ അറിയില്ല, മകൻ വിചാരിക്കുന്ന ഇതെന്തോ ഡെയിലി റുട്ടീൻ പോലെയാണ്, അച്ഛൻ ചെയ്യേണ്ട എന്തോ ജോലിയാണ്. അപ്പോൾ അവിടെ രുചി ശർമ്മയുടെ മകൻ ഗഗൻ ഡ്രഗ് അഡിക്റ്റായി മാറുന്നു. മറുവശത്ത് സർവേഷ് കി പത്നി മഞ്ജീത്ത് അമൃത്സറിലൊരു ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ജോലി ചെയ്യുന്ന ലേഡിയായിരുന്നു. മഞ്ജീത്ത് വളർത്തുന്ന മകനും അംശും ഡ്രഗ് അഡിക്റ്റായിട്ട് മാറുന്നു. മഞ്ജീത്തിൻ്റെ മകൻ ഡ്രഗ് അഡിക്ഷൻ കൂടി മരണപ്പെടുന്നു. അങ്ങനെ സർവേഷിന് തൻ്റെ മകനെ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതൊരു ഹോൾ സ്റ്റോറിയുടെ മുഖ്യ സന്ദേശം എന്താണെന്ന് നമുക്കൊരു അനലൈസ് ചെയ്യുകയാണെങ്കിൽ നാച്ചുറലി കുടുംബബന്ധത്തിൻ്റെ ഒരു പ്രാധാന്യമാണ് ഓതുന്നത്. കുടുംബബന്ധം ശിഥിലമാവുന്നു, അതുവഴി മക്കളും വഴിതെറ്റുന്നു.
അതാണ് ഇവിടെ മെയിനായിട്ട്. പിന്നീട് ഇതിലെ മെയിൻ സന്ദേശം കഹാനിയുടെ ഒരു സ്റ്റോറി ലൈൻ പറയുകയാണെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും പരസ്പരം സ്പേസ് കൊടുക്കുക, അല്പം സ്വാതന്ത്ര്യം കൊടുക്കുക. അതാണ് പാർട്ട്നേഴ്സ് ആഗ്രഹിക്കുന്നത്. അതാണ് അതിൻ്റെ സ്റ്റോറി ലൈൻ പറയുന്നത്. സപ്നോ കി ഹോം ഡെലിവറിയിൽ 15 അഗസ്റ്റ് എല്ലാ പുരുഷന്മാരും സ്ത്രീകൾക്കൊരു 15 അഗസ്റ്റായിട്ട് മാറണം, ആ ഒരു ഇൻഡിപെൻഡൻസ് കൊടുക്കണം. അതുപോലെ സ്ത്രീകൾ പുരുഷന്മാർക്കൊരു 26 ജനുവരി ആയിട്ട് മാറണം. പിന്നീട് കഹാനി ഒരു വല്ലാത്ത ട്വിസ്റ്റ് അവസാനം എടുക്കുന്നു. ആദ്യമൊക്കെ സ്റ്റോറി വളരെ നോർമലായിട്ട് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സർവേഷിൻ്റെ അടുത്ത് ഈ ഒരു സത്യം, തനിക്കൊരു മകനുള്ള സത്യം, ഗഗൻ എന്നുള്ളൊരു സത്യം പറയാതെ തന്നെ രുചി സർവേഷിനെ വിവാഹം കഴിക്കുന്നു. അതിൽ നിന്നുണ്ടാവുന്ന കോൺസിക്വൻസസ്, ഈ സത്യം സർവേഷ് അറിയുമ്പോൾ നാച്ചുറലായിട്ട് എത്രമാത്രം സർവേഷ് ഏത് പുരുഷനായാലും അതെങ്ങനെ പ്രതികരിക്കുന്നു. സർവേഷ് അല്പം കൂടെ കൂടുതലായിട്ട് കടന്ന് പ്രതികരിച്ചു, കഴുത്തിന് കയറി പിടിക്കുകയുണ്ടായി. അവസാനം സ്റ്റോറി മമത കാലിയ വളരെ നാടകീയമായിട്ട് പഴയ ഹിന്ദി സിനിമകളിലൊക്കെ കാണിക്കുന്ന പോലെ ഒരു വഴിയോരത്ത് കിടക്കുന്ന തെരുവിൽ, അതും ഡ്രഗ് മാഫിയകളുടെ അവിടെ കുഴഞ്ഞു കിടക്കുന്ന ഒരു പയ്യനെ പിടിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരിക. അതും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായ സർവേഷിൽ നിന്ന് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മൂവായിരുന്നത്. എന്നിട്ട് ആ ഒരു പയ്യൻ ഗഗനാണെന്നുള്ളത് സത്യം അറിയുന്നതും അതും വളരെ ഒരു ട്വിസ്റ്റായിരുന്നു. അങ്ങനെ എന്നിട്ട് ഇമെയിൽ അയച്ചിത് അറിയിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോൺ ഉള്ള സമയത്ത്, ഫോണിനൊക്കെ ഉള്ള സജീവമായിട്ടുള്ള ഫോണിൽ അവർ ചാറ്റ് മെസ്സേജും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനത്തെ ഒരു കാര്യം ഇമെയിലിലേക്ക് മെസ്സേജ് ചെയ്യുക, ഇമെയിൽ വഴി അറിയിക്കുക. എന്നിട്ടത് അറിയുമ്പോൾ ഉടനെ രുചി ഓടി വരിക, പിന്നെയും അവർ ഒന്നിക്കുക. ഇതെല്ലാമാണ് ഈ സ്വപ്നം കി ഹോം ഡെലിവറി എന്ന നോവലിൻ്റെ സമ്മറി എന്ന് പറയാൻ. അപ്പോൾ വളരെ വിശദമായിട്ട് 9 എപ്പിസോഡുകളിലായിട്ട് ഈ നോവൽ ഫുൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് ആസ്വദിക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റോറി താനേ എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയായിരുന്നു 4th സെം BABSc കോഴ്സ് ടൈറ്റിൽ HIN 4810. നമ്മളടുത്ത ഇതിൻ്റെ ഷോർട്ട് സ്റ്റോറിയുടെ ടെക്സ്റ്റിൻ്റെ ഡിസ്കഷൻ പിന്നീട് ഒരു വീഡിയോയിൽ നടത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും നന്ദി, നമസ്കാരം.